ലീഗിന്റെ ഔദാര്യത്തിൽ കഴിയുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറി എന്ന രൂക്ഷ വിമർശനവുമായി CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ രംഗത്ത് വന്നിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് EP ജയരാജന്റെ പരാമർശം. കോൺഗ്രസ് ആകെ ചിതറിക്കിടക്കുകയാണ് എന്നും ഗ്രൂപ്പുകളായി തിരിഞ്ഞ് തമ്മിൽ തല്ലുന്ന പാർട്ടിയായി മാറിയ അവർക്ക് എന്ത് ലക്ഷ്യമാണ് ഉള്ളതെന്നും EP ജയരാജൻ ചോദിച്ചു. ലീഗിനും കോൺഗ്രസിനും പരസ്പര വിശ്വാസമില്ലാതെയായി എന്നും ലീഗിന്റെ ഔദാര്യത്തിൽ കഴിയുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നും EP ജയരാജൻ വിമർശിക്കുന്നുണ്ട്. വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ലാത്ത കാരണമാണ് അവർ ഇപ്പോഴും അൻവറിന്റെ പിന്നാലെ നടക്കുന്നത്. അൻവറിനെ തള്ളിപ്പറയുമ്പോൾ തന്നെ രാത്രി തലയിൽ മുണ്ടിട്ട് കാണാൻ ചെല്ലുകയാണ് കോൺഗ്രസ് എന്നും EP ജയരാജൻ വിമർശിച്ചു. PV അൻവറിന്റെ വാക്കുകൾക്ക് ഒരു വില പോലും കൽപ്പിക്കേണ്ട. അൻവർ വാക്കുകൾ മാറ്റിപ്പറയുകയാണ്. മണ്ഡലത്തിൽ അൻവറിന് ഒരു സാധ്യതയും സ്വാധീനവുമില്ല, കാഴ്ചപ്പാടുമില്ല. LDFന്റെ വോട്ട് പാർട്ടിക്ക് തന്നെ ലഭിക്കുമെന്നും വ്യത്യസ്ത പാർട്ടികൾക്ക് പിന്നിൽ അണിനിരക്കുന്ന ജനങ്ങളും പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്നും EP വ്യക്തമാക്കുന്നുണ്ട്. മുഹമ്മദ് റിയാസിനെതിരെ അൻവർ ഉയർത്തുന്ന ആരോപണങ്ങൾക്കും EP ജയരാജൻ മറുപടി നൽകുന്നുണ്ട്. ഓൺലൈൻ മാധ്യമങ്ങൾ വന്നതോടുകൂടി എന്തും വിളിച്ചു പറയാമെന്ന സ്ഥിതിയായി എന്നും രാഷ്ട്രീയ വിരോധം ഉണ്ട് എങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് തീർക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. വ്യക്തിഹത്യ നടത്തുന്നത് ശരിയല്ല. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേരെയായിരുന്നു ആദ്യം ആക്രമണമെന്നും ഇപ്പോൾ അത് റിയാസിന് നേരെയായി എന്നും EP ജയരാജൻ കൂട്ടിച്ചേർത്തു. സ്വരാജ് ഉത്തമനായ സ്ഥാനാർത്ഥിയാണെന്നും എന്ത് പ്രശ്നമാണെങ്കിലും ഇടപെടാൻ പ്രാപ്തിയുള്ള ആളാണെന്നും EP ജയരാജൻ പറയുന്നുണ്ട്. പിണറായിസം എന്നാൽ കമ്മ്യൂണിസം തന്നെയാണ് എന്നും ഓരോ ഇടതുപക്ഷ പ്രവർത്തകനും അവരുടെ രാഷ്ട്രീയിസം നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും EP ജയരാജൻ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ പൊതുസമൂഹമാകെ തുടർഭരണം ആഗ്രഹിക്കുകയാണെന്നും മൂന്നാം LDF സർക്കാരിലൂടെ മാത്രമേ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാകൂ എന്നും ജയരാജൻ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്നും നിലമ്പൂരിന്റെ മുൻ MLAയും ഉപതെരഞ്ഞെടുപ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ PV അൻവർ രംഗത്തെത്തിയിട്ടുണ്ട്. ഏറെ ദിവസങ്ങളായി ഇടതുപക്ഷം വഞ്ചകനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച അൻവർ കേരളം കണ്ട ഏറ്റവും വലിയ വഞ്ചകനും ഒറ്റുകാരനും കേരള മുഖ്യമന്ത്രിയാണെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട്. VS അച്യുതാനന്ദനെ വഞ്ചിച്ചതിന്റെ ഫലമാണ് പിണറായിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനമെന്നും അൻവർ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തെയും അൻവർ വിമർശിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ കുഴൽപ്പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അൻവർ എടുത്തു പറയുന്നുമുണ്ട്. ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖത്തിലെ ഈ പ്രസ്താവന എല്ലാവരെയും അറിയിച്ചത് താനാണ് എന്നും അൻവർ ഓർമ്മിപ്പിച്ചു. BJPയുമായി ഉണ്ടാക്കിയ കരാറിന്റെ ഭാഗമായിരുന്നു ഹിന്ദു പത്രത്തിലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖമെന്നും അൻവർ ആരോപിച്ചു. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം പറഞ്ഞ് രണ്ടാം തവണ ഭരണം പിടിച്ചവർ NRC CAA വിഷയത്തിൽ കേരളത്തെ വഞ്ചിച്ചുവെന്നും അൻവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും പിൻവലിച്ചിട്ടില്ല എന്നും അൻവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുനമ്പ് വിഷയത്തിൽ അവിടെയുള്ള മനുഷ്യരെ വഞ്ചിച്ചുവെന്നും അൻവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. മാത്രമല്ല ശബരിമല വിഷയവും അൻവർ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഹൈന്ദവ സമുദായത്തെ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് PV അൻവർ മതവിഷയങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെടുന്നത് എന്തിനാണെന്നും ചോദിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ പ്രചാരകനാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയെന്നും അൻവർ പറയുന്നുണ്ട്. 25 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ കേരളത്തിൽ നിയമന നിരോധനമാണെന്ന് ആരോപിച്ച അൻവർ മുഖ്യമന്ത്രി കേരളത്തിലെ യുവാക്കളെ വഞ്ചിച്ചുവെന്നും കുറ്റപ്പെടുത്തി.